ശ്രീ KVS ഹരിദാസ്. ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ഈ വിഷയം ഇത്തരത്തിൽ വിവാദമാക്കാനും എരുതിയിൽ എണ്ണയൊഴിക്കാനും പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചതിലൂടെ എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അതുമാത്രമല്ല, BJPക്ക് ഇപ്പോൾ നിലവിൽ ജാമ്യം ലഭിച്ചതുകൊണ്ടുണ്ടായ ഒരു വേവലാതിയിൽ നിന്നാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തെയും എങ്ങനെ കാണുന്നു? അല്ല, നമ്മൾ ആദ്യം കാണേണ്ടത്, ഞാൻ ആദ്യമേ സൂചിപ്പിക്കാം, ഈ ഒരു വിഷയത്തിൽ BJP ഇടപെട്ടത് ഇവിടുത്തെ CBCയെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. അത് ആൻഡ്രോത്ത് പിതാവ് തുറന്നു പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിലല്ലേ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്? അപ്പോൾ BJPക്ക് ഒരു ടാസ്ക് ഏൽപ്പിച്ചു ഇവിടുത്തെ കത്തോലിക്ക സഭ. അത് BJP ഏറ്റെടുത്തു. ഞാനൊരു കാര്യം കൂടി പറയാം. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഈ രണ്ട് സിസ്റ്റേഴ്സിൻ്റെ സഭകളുടെ മേധാവിമാർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ വിളിച്ചിരുന്നു. അദ്ദേഹം അവരോട് സംസാരിച്ചതാണ്. സുരേഷ് ഗോപി ഇടപെട്ടിരുന്നു. അദ്ദേഹം സംസാരിച്ചതാ. അതിനൊപ്പമാണ് അമിത്ഷായുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടും ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുമായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നത്. അപ്പോൾ ഇത്തരം മാത്രം ഇടപെടലുകൾക്ക് ശേഷമാണ് ഈ രണ്ട് കന്യാസ്ത്രീമാർ ഇറങ്ങിപ്പോരുന്നത്. ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമൊന്നുമില്ല, ഒരാളെയും പിടിച്ചകത്തിടാൻ ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞത് എന്താ? മോഡി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ BJPയുടെ കീഴിൽ ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രയാസമാണ് പുറത്തിറങ്ങി നടക്കാൻ, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് എത്ര ആയിരം ക്രിസ്ത്യൻ പള്ളികളുണ്ട്, എത്ര ആയിരം മുസ്ലിം പള്ളികളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ നടത്തുന്നേ? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു പ്രോബ്ലവുമില്ല ഇവിടെ. പക്ഷെ ആരെങ്കിലും ഒരാൾ നിയമം ലംഘിച്ചാൽ, കുറ്റം ചെയ്താൽ അതിന് നടപടിയെടുക്കുന്നത് അയാൾ ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, നായരാണോ, അല്ലെങ്കിൽ ജൈനനാണോ, സിഖാണോ എന്ന് നോക്കിയിട്ടല്ല. അത് രാജ്യത്തിൻ്റെ നിയമമാണ്. ഭരണഘടന അനുശാസിക്കുന്നതാണ്. അവിടെ ആരെയും കുറ്റപ്പെടുത്തി അവിടെ പഴിചാരി മുഖം രക്ഷിക്കാൻ നോക്കേണ്ടതില്ല. ഞങ്ങൾ നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരു മതന്യൂനപക്ഷത്തിനും ഇവിടെ ഒരു പ്രതിസന്ധിയും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പോൾ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആ പാലാ ബിഷപ്പിന് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അദ്ദേഹം ക്രൈസ്തവ സഭയിൽ നടന്ന ഒരു ചടങ്ങിലാണ് ഇവിടുത്തെ ലഹരിക്കെതിരായിട്ട് സംസാരിച്ചത്. അദ്ദേഹത്തെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ പാലാ ബിഷപ്പിൻ്റെ അരമനയ്ക്ക് മുമ്പിൽ വടിവാളും ഏന്തിക്കൊണ്ട് പ്രകടനം നടത്തിയത് ആരാ? അവരെ തള്ളി പറയാൻ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അതൊക്കെ ബിഷപ്പിനെ പോലുള്ളവർ കൂടി ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. പല ബിഷപ്പിനെ പോലുള്ള കേരളത്തിലെ കത്തോലിക്ക സഭയുടെ തലപ്പത്തുള്ള ആചാര്യന്മാർ, ബിഷപ്പുമാർ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ അവരുടെ പ്രസ്താവനകളിൽ അത് വ്യക്തമാണ്. BJP ആർക്കും എതിരല്ല. BJPയെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് നാളെയും തുടരുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ, മതന്യൂനപക്ഷങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ BJP തുടരുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അത്രത്തോളം സ്വാതന്ത്ര്യവും സംരക്ഷണവും ഇന്ത്യക്ക് വെളിയിൽ കിട്ടുന്നുണ്ടോ? ബംഗ്ലാദേശിലെ സ്ഥിതി എന്താ? പാകിസ്ഥാനിലെ അവസ്ഥ എന്താ? യമനിലും സിറിയയിലും ഒക്കെ എന്താണ് അവസ്ഥ? അവിടെ ആരാ ഭരിക്കുന്നേ? ഇതൊക്കെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് പോലും അറിയാം. അവർക്കറിയാം അവർക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന പരിഗണനയും പരിരക്ഷയും സംരക്ഷണവും ഇന്ത്യക്ക് പുറത്തുള്ള ഇസ്ലാമിക രാജ്യത്ത് പോലും കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ട് അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് BJPക്കെതിരായിട്ട്, നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു വക്രീകൃത ചിത്രം തുറക്കാനുള്ള ശ്രമങ്ങൾ അത് നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ മോഡിയോടൊപ്പം വരുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം വരുന്നുണ്ട്, BJPയോടൊപ്പം വരുന്നുണ്ട്. അതിൽ ബേജാറായിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പ്രവർത്തനം സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ളത്. അല്ലാതെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടല്ലോ,
അത് വിജയിക്കാൻ പോകുന്നില്ല എന്നത് ആവർത്തിക്കുന്നു. BJP ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ കൂടെ സംരക്ഷകരായിട്ട് രംഗത്തുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ കൂടെ സംരക്ഷകരായിട്ട് ഉണ്ടാകും. അത് ആ ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ വേളയിൽ നൽകാൻ കഴിയുക.